ഹായ് ഹലോ ഗൈസ്, നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്നൊരു യാത്ര പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പോണത് നോർത്ത് ഇന്ത്യയിലോട്ടാണ്. നോർത്ത് ഇന്ത്യയിൽ എവിടെയാണെന്നൊക്കെ നമുക്ക് പോണ വഴി തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ രണ്ട് ബൈക്കുണ്ട്. രണ്ട് ബൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ 3 ഫ്രണ്ട്സ് കൂടെ ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെയാണ് നമ്മൾ നോർത്ത് ഇന്ത്യയിലോട്ട് യാത്ര ചെയ്യുന്നത്. അപ്പോൾ എന്തായിരുന്നാലും നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ ആട്ടയിലാണ് ഉദ്യമങ്ങളങ്ങര വരെ പോകുന്നത്. ഉദ്യമങ്ങളങ്ങര പോയിട്ട് ഉദ്യമങ്ങളങ്ങര ഫുഡും കഴിച്ചിട്ടാണ് പിന്നെ അവിടെ നിന്ന് തമ്പാനൂരിൽ നിന്നാണ് നമുക്ക് ട്രെയിനുള്ളത് കേട്ടോ. നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം കറക്റ്റ് എൻ്റെ ഒരു വാച്ച് വീട്ടിൻ്റെ അകത്താണ്, അല്ലെങ്കിൽ കറക്റ്റ് സമയം പറയായിരുന്നു. എനിക്ക് തോന്നിപ്പോൾ ഒരു 2 മണിയെന്തോ ആയെന്ന് തോന്നുന്നു. നോക്കട്ടെ. അയ്യോ 2 മണിയല്ല കേട്ടോ, സമയം ഇപ്പോൾ 3:55 ഇന്ന് ഡേറ്റ് 5/3/2024. എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നത് എൻ്റെ കൂടെ പഠിച്ച നിതിൻ, പിന്നെ നിതിൻ്റെ വൈഫ് നിക്കി നിതിൻ, പിന്നെ ഒരാളോടെ ഉണ്ട്. അവരാണെങ്കിൽ നീതു. അവളെ ഒറിജിനൽ പേര് നീതു എന്നാണ്, നമ്മളെല്ലാവരും നിക്കി എന്ന് വിളിക്കും. ഓക്കെ, അടുത്തിനി ഒരാളോടെ കാണിച്ചു തരാം. രാഹുലേ, ഡേയ്, യെസ്, ദിസ് ഈസ് രാഹുൽ. അപ്പോൾ നമ്മുടെ ആട്ട എത്തിയിട്ടുണ്ട്. ആട്ട ഓട്ടിക്കുന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെയാണ് രാഹുൽ. അപ്പം നമ്മളവൻ ഉദ്യോഗങ്ങളങ്ങനെ വരെ ആക്കും. അല്ലെ ഒരു 5 മിനിറ്റ് ഇതാ പറഞ്ഞു. അങ്ങനെ നമ്മൾ ആട്ടയിൽ കയറിയിട്ടുണ്ട്. രാഹുൽ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യാൻ 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തില്ലേ അവിടെ. അപ്പോൾ നമ്മളെ ഉദ്യോഗങ്ങളങ്ങനെ അവൻ കൊണ്ടുവിടും. ഉദ്യോഗങ്ങളങ്ങനെ കൊണ്ടുവിട്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഫുഡും കഴിച്ചിട്ടാണ് നേരെ തമ്പാനൂരിലോട്ട് പോകണം. അപ്പോൾ ആട്ടയ്ക്കകത്ത് എടാ ഇതിനെ കാണാനല്ല നിങ്ങളെല്ലാവരും ഒരു ഹായ് പറയടാ. അവർക്ക് എന്ത് പറ്റിയടാ, നാളെ വന്നാ രാവിലെ എന്നോട് പഠിച്ചാണ് കേട്ടോ. പിന്നെ അയൽവാസി കൂടെയാണ്. അല്ലെങ്കിൽ ഒരു ഹായ് പറയടാ. അവിടെ നമ്മൾ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എനിക്ക് അവിടെ ഉണ്ട്. അവർ ഒരു ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തത്. ഞാൻ രാഹുലും കൂടെ ഒരു ചിക്കൻ ബിരിയാണി. അപ്പോൾ ഒരു ചിക്കൻ ബിരിയാണി നമ്മൾ രണ്ടും കൂടെ ഷെയർ ചെയ്ത് കഴിക്കും. അവർ ഒരു ഫ്രൈഡ് റൈസ് അവർ ഷെയർ ചെയ്ത് കഴിക്കും അല്ലടാ. അപ്പോൾ നമുക്കിനി താഴെ ബസ്സിൻ്റെ അവിടെ ബസ് സ്റ്റോപ്പിൽ പോയിട്ട് അടുത്ത വീഡിയോ എടുക്കാം അല്ലേ. നമ്മൾ ഉദ്യോഗങ്ങളങ്ങനെ നിൽക്കുകയാണ്, ബസ്സിന് വെയിറ്റ് ചെയ്ത്. ഒരു ബസ്സും ഒരു തിരുവനന്തപുരം ബസ് കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നേ. പക്ഷേ രാവിലെ നീ എന്താ പറഞ്ഞേ, അടുത്ത് സൂപ്പർ ഫാസ്റ്റ് വരും, നമുക്ക് അതിൽ പോയാൽ പോരേന്ന്. നമ്മൾ 4 പേരും കൂടെ അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. ഇപ്പോൾ സമയം 5:23. അപ്പോൾ നമുക്ക് 7 മണിക്കാണ് ട്രെയിൻ. നമ്മൾ തമിഴ്നാട് ബസ്സിലാണ് കയറിയത്. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ടിക്കറ്റിന് ഒരാൾക്ക് 40 രൂപയായി. ഇവിടെ ഇപ്പോഴും പഴയ ടൈപ്പ് ടിക്കറ്റാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. വേണ്ട, ഇങ്ങനത്തെ ടൈപ്പ് ടിക്കറ്റാണ് ഇപ്പോഴേ അവർ കൊടുക്കണേ. എനിക്ക് വേണ്ടത് സൂപ്പർ ഫാസ്റ്റ് ആണെന്ന് തോന്നുന്നില്ല. ഉദ്യോഗങ്ങളങ്ങനെ നിന്ന് തിരുവനന്തപുരം വരെയുള്ള റേറ്റാണ് ഇത്. സമയം ഇപ്പോൾ 6:30 നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതേ ഉള്ളൂ. നമ്മുടെ ട്രെയിൻ 7:15. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ട്രെയിൻ ഏതെന്ന് കാണിച്ചു തരാം. പിന്നെ എങ്ങോട്ടാണ് പോകണമെന്ന് ഞാൻ ഇതുവരെയ്ക്കും പറഞ്ഞില്ല. അത് ട്രെയിനിൽ കയറിയിട്ട് പറയാം. റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നതാണ് മോർ ദാൻ 11 കോടി ടോയ്ലറ്റ്സ് ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ന്യൂ ഇന്ത്യ, ക്ലീൻ ഇന്ത്യ. പിന്നെ രാഹുലും നമ്മുടെ നിതിനും വെള്ളം വാങ്ങിക്കുന്ന തിരക്കിലാണ്. നമ്മുടെ ട്രെയിനിൽ കിടക്കുന്നുണ്ട്. രാജധാനി എക്സ്പ്രസ് ആണേ നമ്മൾ പോകുന്ന ട്രെയിന്. അപ്പോൾ എസ്കലേറ്റർ കയറി പ്ലാറ്റ്ഫോം നമ്പർ 2 പോകണം. എങ്കിൽ നമ്മുടെ ട്രെയിനിൻ്റെ നമുക്ക് കയറാൻ പറ്റും. ഇപ്പോൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ കുറച്ചുകൂടെ അടിപൊളിയാക്കിയിട്ടുണ്ട്. ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെയും ട്രെയിനിലോട്ട് കയറുന്നത്. നമ്മളിങ്ങോട്ട് കയറി വന്ന എസ്കലേറ്റർ വഴിയിട്ടില്ലേ, പക്ഷേ പ്ലാറ്റ്ഫോം നമ്പർ 2 ഇറങ്ങുമ്പോൾ എസ്കലേറ്റർ ഇല്ല. നമ്മൾ പടി ഇറങ്ങി വേണം ട്രെയിനിലോട്ട് പോകാനായിട്ട്. പക്ഷേ ഇവിടെയും കൂടെ എസ്കലേറ്റർ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ രാജധാനിയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ ബോഗി കണ്ടുപിടിച്ച് അതിൻ്റെ അകത്ത് കയറണം. രാജധാനി എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു. പുറത്ത് നല്ല മഴ ഉണ്ടേ. നമ്മുടെ 3 സീറ്റ് ഇതല്ലേ, 68, 69, 70. പിന്നെ രാഹുലിന് ഇവിടെയാണ്. രാഹുൽ മാത്രം ഒറ്റപ്പെട്ട് നമ്മുടെ ഇടയിൽ നിന്ന്
കൊള്ളാം. കറക്റ്റ് സമയമായപ്പോൾ തന്നെ നമ്മുടെ ട്രെയിൻ മൂവ് ആയിട്ടുണ്ട്. 7:15 ട്രെയിൻ, പക്ഷേ 7:16 ആയപ്പോൾ തന്നെ ട്രെയിൻ മൂവ് ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞൊരു ചേഞ്ച് ഉണ്ട്. നമ്മുടെ സീറ്റ് ഇതല്ല, ഇപ്പുറത്തെ സൈഡാണേ. 67, 66, പിന്നെ 68. പിന്നെ പുള്ളിക്കാരൻ്റെ അത് ചോദിച്ചിട്ട് നമ്മൾ 65 പുള്ളിക്കാരൻ്റെ സീറ്റ്. അപ്പോൾ നമ്മൾ അത് മിക്കി ചോദിച്ച് അവിടെ മിക്കി ഇപ്പം ഇരിക്കുകയാണ്. പിന്നെ രാഹുൽ മാത്രം ഒറ്റപ്പെട്ട് ഇപ്പുറത്തായി പോയി. ഈ രാഹുൽ എന്തോ സമ്മാനം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കമൻറ്റ് ചെയ്യണവർക്ക് രാഹുൽ ഒരു ഗിഫ്റ്റ്. എന്താണ് അതിന്റെ ഗിഫ്റ്റ്? ഒരു ബോട്ടിൽ വെള്ളം തരുന്നതായി ഗിവതയായിട്ടാ. എത്ര രൂപയാണ് അത്? 45 ഓഫർ പ്രൈസ് 20 രൂപയ്ക്ക്. ഓക്കെ, നമുക്ക് ഫുഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തി ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്ന് നോക്കണം ഇനി. അത് രാവിലെ നിൻ്റെ ഓരോന്നോരോന്നായിട്ട് തുറക്കടാ. ചപ്പാത്തി ഉണ്ട്, പിക്കിള്, പിന്നെ ഇതെന്താണ്ടാ? കേക്കാണ്, പാസ്ത. അടുത്ത് ഇതെന്താണ്? എന്തോ കറിയാണേ. അതും കറിയാണ്. എനിക്കൊന്ന് പരിപ്പ് കറിയാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. ഓക്കെ, 2 ചപ്പാത്തി ഉണ്ട്. 2 ചപ്പാത്തി അത്യാവശ്യം നല്ല കട്ടിയുള്ള ചപ്പാത്തിയാണ്. ഓക്കെ, കുറച്ച് ചോറും ഉണ്ട്. അതും അടിപൊളി. തൈരുണ്ട്. പിന്നെ ഇതെന്താണ്? ഇത് നോക്കിയില്ല. ഓക്കെ, ഉരുളക്കിഴങ്ങ്. പനീരാണോ അത്? ചിക്കനാണോ? ഓ, ഇത് ചിക്കൻ കറിയാണേ ഫസ്റ്റ്. അത് എനിക്ക് മിക്കി ഇപ്പോൾ ഒരു കഷ്ണം കഴിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഫുഡ്? കൊള്ളാം, കുഴപ്പമില്ല. പിന്നെ ഇത് ഡിന്നർ ഫുഡാണേ. നമുക്ക് കറക്റ്റ് 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവർ ഫുഡ് കൊണ്ടുവന്നു തന്നു. പിന്നെ നമ്മളൊരു ഗെയിമിൻ്റെ ഇടയിലായിരുന്നു. അതിൻ്റെ ഇടയിലായതുകൊണ്ടാണ് ഫുഡ് കഴിക്കാൻ ലേറ്റായത്. ഇപ്പോൾ ബ്രേക്ക് ഔട്ടി. എങ്ങനെ ഉണ്ടായിരുന്നു ഇതിനെ ഫുഡ്? സൂപ്പർ. നീ ഏതാണ് ആദ്യം എടുത്തത്? ചിക്കനാണോ? ചിക്കനാണ് അടുത്ത്. രാഹുലും ചിക്കനാണ് കഴിക്കുന്നത്. എൻ്റെ അടുത്ത് ഇരിക്കുന്ന ഓക്കെ, പുള്ളിക്കാരൻ ഡൽഹിയിലോട്ടാണ്. പുള്ളിക്കാരൻ വെജ് ഫുഡാണ് ഓർഡർ ചെയ്തത്. ഓക്കെ, പുള്ളിക്കാരൻ നേവിയിലുള്ളതാണ്. ഓക്കെ, ഓക്കെ, താങ്ക്സ് ഭയ്യ. അപ്പോൾ എന്തായാലും ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിക്കനും ചപ്പാത്തിയാണ് ഞാൻ ആദ്യം കഴിച്ചത്. ഫുഡ് കൊള്ളാം കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും ചോറുണ്ട്, പിന്നെ വേറെ ഏതായാലും കറിയൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പനീറാണെന്ന് തോന്നുന്നു. അതൊക്കെ കഴിച്ചിട്ട് ഓക്കെ. നമ്മൾ ഫുഡെല്ലാം കഴിച്ചത് ഇപ്പം അങ്ങനെ ഇരിക്കുകയാണ് ട്രെയിനിൻ്റെ അകത്ത്. ഇപ്പോൾ സമയം 8:45 കേട്ടോ. പിന്നെ രാഹുലാണെങ്കിൽ IT ഫീൽഡാണ് ജോലി ചെയ്യുന്നത്. പിന്നെ അടുത്ത് നിതിൻ ബാബു ആണെങ്കിൽ അവൻ പത്തനംതിട്ടയിൽ കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വീടോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്പര് ആവശ്യമുള്ളവർക്ക് ഞാൻ തരാം. പക്ഷെ കമൻറ്റ് ചെയ്തിട്ട് ജെന്യുവൻ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ നമ്പർ അയച്ചു തരാം. പത്തനംതിട്ട ഫുൾ വർക്കൊക്കെ എടുത്ത് ചെയ്യണം. ഓക്കെ, അതാണ്. എവിടെ വേണമെങ്കിൽ ചെയ്യും കേട്ടോ വന്നിട്ട്. പിന്നെ മിക്കി ഈ നേരത്തെ ദുബായിലായിരുന്നു, ഇപ്പോൾ നാട്ടിലാണ്. ഇപ്പം നാട്ടിലാണ്. നമ്മൾ 4 പേരും കൂടെ തമിഴ് ആർട്സ് കളിച്ചോണ്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ പെട്ടെന്ന് മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം വീഴുന്നോണ്ടിരിക്കുകയായിരുന്നു. നേരത്തെ നല്ല മഴ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച ചിലപ്പോൾ ഇനി മഴത്തുള്ളി വന്ന് വീഴുന്നതാണോ, പക്ഷെ അതല്ല സംഭവം. AC വെള്ളം ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. രാഹുലിന് എന്തോ പറയാനുണ്ട്, പറയടാ. അതിന്റെ കാലിൽ വീഴുന്ന പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്യണം. ഞാൻ ബാക്ക് ക്യാമറ എടുത്ത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. രാജധാനിയാണ് കേട്ടോ നമ്മളെ പോകുന്ന ട്രെയിൻ. പക്ഷേ ഇങ്ങനെ വീഴേണ്ട ആവശ്യമില്ല. ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ട, ഓരോ തുള്ളിയായിട്ട് വീഴുന്നോണ്ടിരിക്കുകയാണ്. ഇപ്പൊ വീഴും. കണ്ട, എനിക്കോടെ AC വെള്ളം അകത്തോടെ ലീക്കാണ് കേട്ടോ. പക്ഷെ ഇതൊരു പെട്ടെന്ന് റെഡിയാക്കാൻ ഉള്ളതായിരുന്നേ. നമ്മൾ കംപ്ലൈന്റ് ചെയ്തപ്പോൾ അവർ ചോദിച്ച് AC കുറച്ചൊരു ഓഫ് ചെയ്തിട്ടാന്ന് ചോദിച്ചു. എങ്കിൽ പ്രശ്നം മാറുമെന്ന്. AC ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ AC കോച്ച് എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇല്ലല്ല, സ്ലീപ്പർ എടുത്താൽ പോലെ. അതാണ്.
പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇപ്പോഴും ഓരോ തുള്ളിയായിട്ട് ഇങ്ങനെ വീഴുന്നോണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ പോയി കിടക്കും. ഇപ്പോൾ സമയം ഏതാണ്ട് 10 മണിയായിട്ടുണ്ടേ. അപ്പോൾ അതുകൊണ്ട് പിന്നെയും വലിയ പ്രശ്നമില്ല. പക്ഷെ നാളെ രാവിലെയാണ് വിഷയം. നാളെ രാവിലെ ആകുമ്പോഴേ നമുക്ക് ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ അവസാനം നമ്മൾ ആ ചേട്ടൻ്റെ അടുത്ത് ഈ സീറ്റ് കൂടെ ചോദിച്ചേ. എന്നിട്ട് പറഞ്ഞ് രാഹുലിൻ്റെ സീറ്റ് അപ്പുറത്തുണ്ട്, അപ്പുറത്ത് മാറാൻ പറ്റുമോ എന്ന് ചോദിച്ച്. അങ്ങനെ ആ ചേട്ടൻ അതിന് സമ്മതിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നമ്മളെ ശല്യം കാരണമായിരിക്കും കേട്ടോ, അല്ലേ? നമ്മളിവിടെ ഭയങ്കര ബഹളമായിരുന്നു. അതുകൊണ്ടായിരിക്കും മാറിയത്. പുള്ളിക്കാരൻ എന്തായാലും അപ്പുറത്ത് ബെഡൊക്കെ വിരിച്ചിട്ടുകൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. എന്തായാലും ഇപ്പം സമയം കുറച്ചുകൂടെ ആയി. ആ വെള്ളം ലീക്കാണ് ഇതിലേക്ക് മാറിയില്ല കേട്ടോ. ഇപ്പോഴും ഓരോ തുള്ളി വെച്ച് ഇങ്ങനെ വീഴുന്നോണ്ടിരിക്കുകയാണ്. എനിക്ക് അവന്മാർ പെട്ടെന്ന് റെഡിയാക്കിയാൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ മിക്കവാറും നാളെ രാവിലെ നമ്മളിവിടെ കുളമാവും. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ അവിടെ നിന്ന് ഓരോ തുള്ളി വെള്ളം വെച്ച് ഇങ്ങനെ ലീക്ക് ആയിക്കൊണ്ടിരുന്ന കംപ്ലൈൻറ്റ്, അതവർ കറക്റ്റായിട്ട് വന്ന് മാറ്റി തന്നു കേട്ടോ. ഒരു മണിക്കൂറിനകത്ത് വെച്ചിട്ട് തന്നെ അവർ ആ കംപ്ലൈൻറ്റ് മാറ്റിയേ. ഇപ്പം നല്ല കൂളിങ്ങും ഉണ്ട്, നല്ല അടിപൊളിയായി. ഇപ്പോൾ സമയം ഏതാണ്ട് 11:30 ആയിട്ടുണ്ടേ. അപ്പോൾ നദിനും മിക്കിയും പിന്നെ രാഹുലും ഞാനും മാത്രമേ ട്രെയിനിൽ ഉറങ്ങാത്തതായിട്ടുള്ളൂ. ബാക്കി ഏതാണ്ട് എല്ലാവരും ഉറക്കമായി. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.